വയർലെസ് ചാർജർ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം. ഇത് ഫാസ്റ്റ് ചാർജറാണോ ഇത് സ്ലോ ചാർജറാണോ എന്നുള്ളത് പോലും അറിയാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമായി നിർമ്മിക്കാം. ഇത് കണ്ട ഒരു സാംസങ്ങിൻ്റെയാണ് ഒരു യൂണിവേഴ്സൽ ചാർജർ. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ഫോൺ വെക്കാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടത് 2 മീറ്റർ വയർ. ഏത് വയറും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സാധാ ഒരു ചെറിയ വയർ, ഏത് വണ്ണമുള്ളതും ആവാം, വണ്ണം കുറഞ്ഞതും ആവാം. ഏറ്റവും വണ്ണം കുറഞ്ഞത് മതി, ഉക്കപ്പ് വയർ കേട്ടോ. ഒരു 0.25 mm മതിയേ. ഇനി 0.5 ആയാലും കുഴപ്പമില്ല. ഒറ്റക്കമ്പി ആണെങ്കിൽ ബെസ്റ്റ്. ഇനി മൾട്ടി ആയാലും കുഴപ്പമില്ല. അതെ 2 മീറ്റർ, ഒരു 1.5 മീറ്റർ കാണും, 2 മീറ്റർ വരെ ആവാം. ഇനി എന്താ ചെയ്യാൻ പോകണം നോക്കൂ. ഇത് വെറുതെ ഒരു ചുറ്റുന്നു. ഇപ്പം എനിക്കൊരു 10 ടേൺസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. കണ്ടല്ലോ, ഈ കമ്പിയുടെ 2 അറ്റത്താണ് ഇതാ ഒരു ചുറ്റി. ഇനിയൊന്നും ഇതിന് ചെയ്യാനില്ല. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കുഞ്ഞ് LED ബൾബ്, 1 mm ഒരു 3 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കളർ LED ബൾബ് ഇതിന് കണക്ട് ചെയ്യാം. ഇവിടെ ഒരു ചാർജർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഇത് കുറച്ച് ഫാസ്റ്റ് ചാർജറാണ്. ഒരു 2 ആംപിയർ വരെ കപ്പാസിറ്റി എടുക്കാൻ പറ്റുന്നൊരു ചാർജർ. ഇത് മാക്സിമം 1 ആംപിയറിൻ്റെ ഒരു ലോക്കൽ ചാർജർ എൻ്റെ മുന്നിലുള്ളത്. നോക്കാം നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലേ. ഇപ്പോൾ ചുമ്മാ വെക്കണം. യെസ്, ഇനി അല്പം കൂടി ടേൺസ് കൂട്ടി ഒരു 30 ടേൺസ്. ഇത് വളരെ ബ്രൈറ്റ് കമ്മിയാണ്, ഇടയ്ക്ക് കത്തുന്നു ഇടയ്ക്കുന്നത്. കുറച്ചും കൂടി ബ്രൈറ്റിലുള്ള ഒരു സാധനം ഇതാ. ഇത് 30 ടേൺസാണ്. ഇതുപോലെ LED തന്നെ അത്യാവശ്യം 1 വാട്ട് LED ആണ് കൊടുത്തുള്ളത്. കാണുന്നുണ്ടോ? മുപ്പത് ടേൺസ് സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഇനി നോക്കാം ഇവിടെ. ഓ, നല്ല ബ്രൈറ്റ് കാണാമല്ലോ. കാരണം ഇത് ഫാസ്റ്റ് ചാർജറാണ്, ഇത് നോർമൽ സ്ലോ ചാർജറാണ്. രണ്ടിൻ്റെ കൂടി ബ്രൈറ്റ് അറിയുന്നുണ്ട്, ആ ബ്ലിങ്കിങ്ങും അറിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായി ചുറ്റി ഉണ്ടാക്കിയാൽ ചാർജർ ടെസ്റ്റർ റെഡി. അപ്പോൾ ഇനി വയർലെസ് ചാർജർ ടെസ്റ്റ് ചെയ്യാൻ ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങേണ്ട ആവശ്യമില്ല. വർക്ക് ചെയ്യുന്നുണ്ടോ, ഫാസ്റ്റാണോ സ്ലോ ആണോ എന്ന് പോലും അറിയാൻ പറ്റും. യെസ്, അപ്പോൾ ഒരു ഗ്രീൻ LED വെച്ചിട്ട് 8 ടേൺസിലാക്കിയിട്ട് നോക്കുന്നു. ഇതാ 8 ടേൺസിൽ ഇത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ ഡിലേ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ലോ ചാർജറിൽ ഈ ടേൺസ് പോരാ, അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടുന്നില്ല. ഉണ്ടോ, പോരാ. അപ്പോൾ അവിടെ നമുക്ക് സ്ലോ ചാർജർ ആണെങ്കിലും ഇവിടെ ടേൺസ് കൂട്ടി ഒരു 30 ടേൺസ് വെച്ചപ്പം അതിലേക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ 30 ടേൺസ് കൂടെ വെച്ചാൽ നല്ല ബ്രൈറ്റിൽ ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. അഥവാ അതിൻ്റെ ഔട്ട്പുട്ട് ബ്ലിങ്കിങ്. ഈ ഒരു ബ്ലിങ്കിങ്ങിൻ്റെ പൾസിൻ്റെ വേഗത കൂട്ടിയിട്ടും കുറച്ചിട്ടുമാണ് സ്ലോ ചാർജ് ഫാസ്റ്റ് ചാർജർ മൊബൈൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാ ഫാസ്റ്റ് ചാർജർ ഫോണിലും ഒരുപോലത്തെ ചാർജിങ് ടൈം അല്ല. വ്യത്യസ്ത ഫോണിൽ വ്യത്യസ്ത ടൈമിംഗ് ആയിരിക്കും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ സ്വിച്ചിങ് നടക്കുന്നത്. അതാണ് ഇവിടെ ഈ കാണുന്നത്. ഇതുപോലെ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഏത് പ്രായക്കാർക്കും ഇതുപോലെ ഇലക്ട്രോണിക്സ് പഠിച്ച് വയർലെസ് ചാർജർ സ്വന്തമായി ഉണ്ടാക്കാനും ഈ ടെസ്റ്ററൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാനുള്ള ഒരു കോഴ്സാണ് ProjectX. താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാം. ProjectX Electronic Skill Development Program. Contact 9658 772255.